ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 200-ലെ ആദ്യത്തെ 3 ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 18 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. ഇവിടെ നമ്മുടെ പ്രിസം ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അതിൻ്റെ ബേസ്, അതായത് ഈ ഒരു ഷേപ്പ് അല്ലേ, ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആണ്. അതിൻ്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് 18 സെന്റിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റളവാണ്. 3 സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ 18 സെന്റിമീറ്റർ കിട്ടുന്നത്. അപ്പം നമുക്ക് പെരിമീറ്റർ ഈക്വൽ ടു 18 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ ഒരു സൈഡിന്റെ നീളം എന്തായിരിക്കും? ലെങ്ത് ഓഫ് വൺ സൈഡ് ഈക്വൽ ടു ടോട്ടൽ പെരിമീറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡിന്റെ ലെങ്ത് കിട്ടും. ഇനി ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഹൈറ്റ് ഈക്വൽ ടു 5 സെന്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ്. നമുക്കറിയാം ഏത് പ്രിസമായിക്കോട്ടെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസമാണെങ്കിലും ഒരു സ്ക്വയർ പ്രിസമാണെങ്കിലും ഏത് പ്രിസമാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതാണല്ലോ ബേസ്. ആ ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ബേസിന്റെ ഷേപ്പ് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ബേസ് ഏരിയ കാണണം, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. നമുക്കറിയാമല്ലോ ഏരിയ എങ്ങനെയാണ് കാണുന്നതെന്ന്. സോ വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ബേസ് ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ബേസിന്റെ ഷേപ്പ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ √3/4 a² ഇൻറ്റു ഹൈറ്റിനെ നമുക്ക് h എന്ന് എടുക്കാം. √3/4 ഇൻറ്റു എ എന്ന് പറയുന്നതാണ് ഒരു വശത്തിന്റെ നീളം. അത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6² ഇൻറ്റു h എന്ന് പറയുന്ന 5 ആണ്. √3/4 ഇൻറ്റു 6² എന്ന് പറഞ്ഞാൽ 36 ആണ്, ഇൻറ്റു 5. ഈ 36നെ 4 കൊണ്ട് ഹരിക്കുമ്പം 9 കിട്ടും. ഇനി 9 ഗുണം 5 എന്ന് പറയുന്ന 45 √3. 45 √3 എന്ന് പറയുമ്പോൾ 45 ഇൻറ്റു 1.732 ആണ്. അത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെസിമലിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ ഇല്ലാതെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഡെസിമലിന് ശേഷം 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാം. 1, 2, 3. ആൻസർ 77.94. 77.94 ക്യൂബിക് സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ. അതാണ് ഇതിന്റെ വ്യാപ്തം അഥവാ വോളിയം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The base of a prism is a triangle of sides 13 centimeters, 14 centimeters and 15 centimeters. And its height is 20 centimeters. Calculate its volume. ഇവിടെയും ട്രയാങ്കുലർ പ്രിസം ആണ്. പക്ഷെ നേരത്തെ ക്വസ്റ്റ്യനിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന് പ്രിസമായിരുന്നു. ഇത് അങ്ങ് 3 വശവും 3 വ്യത്യസ്ത അളവുകളാണ് ഉള്ളത്. അപ്പോൾ ഏത് പ്രിസമായിക്കോട്ടെ വോളിയം അഥവാ വ്യാപ്തം കാണാനായിട്ട് പാദപരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ബേസ് ഏരിയ നമുക്ക് കാണാം. ബേസ് ഏരിയ കാണാൻ നമ്മൾ പല ഇക്വേഷൻസ് പഠിച്ചിരുന്നു. അതായത് ട്രയാങ്കിൾ ആണെങ്കിൽ തന്നെ 3 ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്.
അതായത് ഇവിടെ നമുക്ക് 3 അളവുകൾ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഏത് സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ള സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് എയും ബിയും സിയും ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? 13, 14, 15 ആണ് വരുന്നത്. അപ്പോൾ ആദ്യം എസ് നമുക്ക് കാണണം. എസ് എങ്ങനെയാണ് കാണുന്നത്? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. എയും ബിയും സിയും ആണ് ഈ 13, 14, 15. ഇപ്പോൾ ആദ്യം എസ് കണ്ടുപിടിക്കാം. 13 പ്ലസ് 14 പ്ലസ് 15 ബൈ 2. സെമി പെരിമീറ്റർ ആണ്, അതായത് ചുറ്റളവിന്റെ പകുതി. എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ ചുറ്റളവ് കിട്ടും. പകുതി കാണുക, അതാണ് എസ്. ആ എസിന്റെ വില ഇവിടെ ഇട്ട് കൊടുക്കുക. 42ന്റെ പകുതി 21 കിട്ടും. അപ്പൊ എസിന്റെ വില 21 കിട്ടി. അപ്പൊ 21 ഇൻറ്റു 21 മൈനസ് എ ആയിട്ട് നമ്മൾ 13 എടുത്തത്, ബി ആയിട്ട് 14, സി ആയിട്ട് 15. ഇപ്പം 21 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുള്ള ഒരു രീതി ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യം എന്താ? 21നെ 7 ഇൻറ്റു 3 എന്ന് എഴുതാം. കാരണം ഇവിടെ ഓൾറെഡി 7 വന്നിട്ടുണ്ട്. അപ്പോൾ 7 ഇൻറ്റു 3 21 എന്ന് എഴുതാം. ഇനി 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 7 അതുപോലെ തന്നെ 6നെ 2 ഇൻറ്റു 3 എന്നും എഴുതാം. കാരണം നമുക്ക് റൂട്ടിനകത്ത് ഒരേ നമ്പർ 2 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ അതിനെ അങ്ങ് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ 7 ഉണ്ട്, ഇവിടെയും 7 ഉണ്ട്. 2 പ്രാവശ്യം 7 ഉള്ളതുകൊണ്ട് ആ 7 എഴുതാം. ഇനി 3 ഇവിടെ 2 പ്രാവശ്യം കിടപ്പുണ്ട്, അപ്പോൾ 3 എഴുതാം. പിന്നെ ഇത് ഉണ്ട് 2 2 പ്രാവശ്യം വന്ന് കിടപ്പുണ്ട്, അപ്പോൾ 2 എഴുതാം. പിന്നെ ഇവിടെ ബാക്കി 2 2 കിടപ്പുണ്ട്, ആ 2 എഴുതാം. ഇനി ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7 3s are 21 ഇൻറ്റു 2 2s are 4. അപ്പോൾ 84 എന്ന് ആൻസർ കിട്ടി. അതായത് ബേസ് ഏരിയ ആണ് നമുക്ക് 84 കിട്ടിയത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം അഥവാ വ്യാപ്തമാണ്. അതിന് ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ് നമുക്ക് വേണം. ആ പാദപരപ്പളവാണ് നമുക്കിപ്പോൾ കിട്ടിയ 84. ഇനി നമുക്ക് ഉയരം കൊണ്ട് ഗുണിക്കുമ്പോൾ വ്യാപ്തം കിട്ടും. ഇനി നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം. ഇപ്പോൾ ബേസ് ഏരിയ 84 കിട്ടി. 84 ഇൻറ്റു ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, 20 ആണ് തന്നിട്ടുണ്ട്, ഇൻറ്റു 20. അപ്പോൾ 84 ഇൻറ്റു 20 0 എടുക്കണ്ട. 0 എടുക്കാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 2s are 8, 8 2s are 16. പിന്നെ ഈ ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 1680 സെൻറ്റിമീറ്റർ ക്യൂബ് അഥവാ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നും എഴുതാം, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇതാണ് ഇതിൻ്റെ വ്യാപ്തം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: there is a hexagonal pit in the school ground to collect rainwater. Each side of the hexagon is 2 meters and the depth of the pit is 3 meters. It now contains water 1 meter deep. How much liters is this? How much more liters can it contain? ഇതാണ് നമ്മുടെ ചോദ്യം. ഹെക്സഗണൽ പിറ്റ് ആണ്. ഹെക്സഗണൽ പിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സമഷഡ്ഭുജാകൃതിയിലുള്ള ഒരു പിറ്റാണ് വേണ്ടത്, ഒരു കുഴി. അപ്പോൾ ഇവിടെ ഞാൻ സമഷഡ്ഭുജാകൃതിയിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ വശവും 2 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ 2 മീറ്റർ എന്ന് എഴുതാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഈ കുഴിക്ക് ആകെ ആഴം 3 മീറ്ററാണ്. അതായത് ഇത് മുഴുവനും കൂടെ 3 മീറ്ററാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് വെള്ളമുണ്ട്, പക്ഷെ നിറച്ചുമില്ല. ആകെ 1 മീറ്റർ ആഴത്തിലേ ഉള്ളൂ വെള്ളമുള്ളൂ. അപ്പം നമുക്കിതിനെ വെള്ളം ആകെ 3 മീറ്ററാണ്. അപ്പം അതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗമാണ് വെള്ളമുള്ളത്.
ഇത്രയും വെള്ളമുണ്ട്. ഇത്രയുമാണ് 1 മീറ്റർ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്തുമാത്രം വെള്ളം ലിറ്ററിൽ നമുക്ക് വേണം? ആദ്യത്തെ ചോദ്യം അതാണ്. പിന്നെ ഇതിനകത്ത് എന്തുമാത്രം വെള്ളം കൂടി കൊള്ളും അതുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാവുന്നത്? വ്യാപ്തം അഥവാ വോളിയം കാണാനായിട്ട് എന്താ നമ്മുടെ സമവാക്യം? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പാദപരപ്പളവ് ഗുണം ഉയരം. അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതാം. ഇവിടെ നമുക്ക് വെള്ളം എന്തുമാത്രം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആദ്യത്തതിൽ, അല്ലെ? അപ്പോൾ നമ്മൾ ഉയരം എടുക്കുമ്പം എന്താ എടുക്കാവുള്ളൂ? ഈ 1 മീറ്ററേ എടുക്കാവുള്ളൂ. എന്താണേലും പാദത്തിന്റെ ഷേപ്പ് മാറുന്നില്ലല്ലോ. ഉയരം എത്രയാണെങ്കിലും പാദത്തിന്റെ ഷേപ്പ് മാറുന്നില്ല. അപ്പൊ നമുക്ക് പാദപരപ്പളവ് ആദ്യം കാണാം. ബേസ് ഏരിയ ഈക്വൽ ടു, നമുക്കറിയാം ഇതിന്റെ ബേസ് ഏരിയ, ബേസിന്റെ ഷേപ്പ് എന്താണ്? സമഷഡ്ഭുജം. ഹെക്സഗണിനെ നമുക്ക് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്യാം, അല്ലെ? അങ്ങനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 6 ടൈംസ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എഴുതാവല്ലോ. അപ്പോ പാദപരപ്പളവ് സമം ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ എങ്ങനെ എഴുതാം? 6 × √3/4 a² എന്ന് എഴുതാം. ഇവിടെ a എത്രയാണ്? 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 × √3/4 × 2². 2² എത്രയാണ്? 4 ആണ്. ആ 4ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യും. ബാക്കി എത്ര ഉണ്ട്? 6√3 എന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ലിറ്ററിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ √3യുടെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ 6 × √3 എന്ന് പറയുന്നത് 1.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡെസിമൽ ഇല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ് വേണം. അപ്പോൾ ഇവിടെ ആയിരിക്കണം ഡെസിമൽ പോയിന്റ്. അപ്പോൾ 10.392 എന്ന് കിട്ടി. ഇത്രയും എന്താ യൂണിറ്റ് എന്താണ്? മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പം മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്, അല്ലേ? ബേസ് ഏരിയ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? വോളിയം അഥവാ വ്യാപ്തം കാണണം. ഏത് ആൽഫബറ്റ് എന്താണ്? വി ആണ്. വി ഈക്വൽ ടു ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ് ഗുണം ഉയരം. പാദപരപ്പളവ് നമുക്ക് എത്ര കിട്ടി? 10.392 കിട്ടി. ഇൻറ്റു ഹൈറ്റ്, ഉയരം. ഞാൻ പറഞ്ഞിരുന്നു വെള്ളത്തിന്റെ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 10.392 × 1 എന്ന് പറയുന്നത് 10.392 തന്നെയാണ്. 10.392, പക്ഷെ അത് മീറ്റർ ക്യൂബാണ്, അല്ലെ? ക്യൂബിക് മീറ്റർ ആണ്, അല്ലെ? വ്യാപ്തമാണ്. വ്യാപ്തം അഥവാ വോളിയമാണ്. ഇവിടെ മീറ്റർ സ്ക്വയറും ഈ 1 എന്നുള്ള 1 മീറ്റർ ഹൈറ്റ് ആണ്. അപ്പം മീറ്റർ ക്യൂബായി മാറി. ഇനി നമുക്ക് ഇത് എത്ര ലിറ്റർ ആണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ മീറ്റർ ക്യൂബിൽ കിടക്കുന്നതിനെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 ക്യൂബിക് മീറ്റർ ആണ് 1000 ലിറ്റർ. ഇത് മറക്കരുത്. 1 ക്യൂബിക് മീറ്റർ ആണ് 1000 ലിറ്റേഴ്സ്. അങ്ങനാണെങ്കിൽ നമ്മുടെ കയ്യിൽ 10.392 മീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പൊ 10.392 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 10.392 × 1000 ലിറ്റേഴ്സ് ആയി. ഇവിടെ നോക്കിക്കേ, 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്റർ ആണെങ്കിൽ 10 ക്യൂബിക് മീറ്റർ 10 × 1000 ലിറ്റർ. അപ്പൊ 10.392 ക്യൂബിക് മീറ്റർ ആണെങ്കിൽ 10.392 × 1000 ലിറ്റർ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡെസിമൽ പോയിന്റ് നമ്മൾ വലത്തോട്ട് മാറ്റിയാൽ മതി. എത്ര പ്ലേസ് മാറ്റണം? 1000-നകത്ത് 3 സീറോ ഉള്ളതുകൊണ്ട് 3 പ്ലേസ് മാറ്റണം. അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ നിന്ന് 1, 2, 3 സ്ഥാനം മാറി ഇരിക്കണം. അതായത് എത്ര വരും?
10,392 ലിറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പൊ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളമുണ്ട്? 10,392 ലിറ്റേഴ്സ് വെള്ളമുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബാക്കി എന്തുമാത്രം വെള്ളം കൂടി ഇതിനകത്ത് കൊള്ളും എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിക്കുക, അതിന് നമ്മൾ ഇതിന്റെ ടോട്ടൽ ഒന്നും വേറെ വോളിയം ഒന്നും കാണാൻ നിൽക്കേണ്ട. കാരണം ഇത് 3 മീറ്റർ ആണ്. അതിന്റെ 1 മീറ്റർ ആണ് നമ്മളിപ്പോൾ വെള്ളം ഉള്ളത്. ആ 1 മീറ്റർ ആഴത്തിൽ വെള്ളം എത്ര വെള്ളമുണ്ട്? 10,392 ലിറ്റേഴ്സ് വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എത്ര സ്പേസ് ഉണ്ട്? ഇനി 2 മീറ്റേഴ്സ് സ്പേസ് ഉണ്ട്. അതായത് ഇതിന്റെ ഇരട്ടി സ്പേസ് ഇനി കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഇരട്ടി വെള്ളം കൊള്ളാനുള്ള സ്പേസ് കിടപ്പുണ്ട്. അപ്പൊ ഇനി എന്തുമാത്രം വെള്ളം കൊള്ളും എന്നുള്ളതിന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും? ഇതിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ 2 ടൈംസ് 10,392 ലിറ്റേഴ്സ് എത്രയാന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ എത്ര വരും? 2 2s are 4, 20,784 liters of water it can hold. അല്ലെങ്കിൽ 20,784 ലിറ്റർ വെള്ളം കൂടി ഇതിൽ കൊള്ളും. എന്നെഴുതിയാൽ മതി. ഇപ്പം എല്ലാവർക്കും മനസ്സിലായാലും ഇനി അടുത്ത ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.